ഹായ് കൂട്ടുകാരെ, ഞാൻ സോണിയ മുബാറക്. എല്ലാവർക്കും നമ്മുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മണവാട്ടികളുടെ കയ്യിൽ എങ്ങനെ മൈലാഞ്ചി ഇടാം എന്നുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് 4 ലൈനാണ് വരക്കേണ്ടത്. അപ്പോൾ ഈ 4 ലൈൻ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ നേരിയതായിട്ട് 4 ലൈൻ വരച്ചാൽ മതി. നേരിയതായിട്ട് വരക്കാൻ പറയുമ്പോൾ മൈലാഞ്ചി കോണിൽ നിന്ന് അധികം മൈലാഞ്ചി വരാതെ വേണം, വളരെ നേരിയതായിട്ട് കോൺ ചരിച്ച് പിടിച്ചിട്ട് വേണം ലൈൻ വരക്കാനായിട്ട്. ഇങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ മിഡിലിലെ ആ ലൈൻസിൻ്റെ അകത്തു കൂടി ഡാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ഭാഗം ഡാർക്കും പിന്നെ ബാക്കി 2 സൈഡും വളരെ നേരിയതായിട്ടിരിക്കും. ഇനി അതിൻ്റെ മുകളിലായിട്ട് വളരെ ചെറുതും വളരെ നേരിയതും, അതായത് ചെറുതുമായിരിക്കണം, മൈലാഞ്ചി കൂടെ അധികം മൈലാഞ്ചി വരാതെ വളരെ നേരിയതുമായിട്ട് ചെറിയ ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കണം. അങ്ങനെ വരച്ചതിന് ശേഷം വേണം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ ഹമ്പായിട്ട് ഇതുപോലെ വരക്കാനായിട്ട്. ഇനി ഇങ്ങനെ വലിയ ഹമ്പ് വരച്ചതിന് ശേഷം അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ, അതായത് ആ ഹമ്പുമ്മ മുട്ടിയിട്ട് ഒരു ലൈൻ വരക്കാം. അതിന് ശേഷം വേണം ആ ലൈനും ആ ഹമ്പിൻ്റെ ഇടയിൽ കുറച്ച് സ്പേസ് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് അങ്ങനെ ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ലൈനിൽ മുട്ടാതെ തൊട്ടടുത്ത് തന്നെ നേരെ ഒരു ലൈൻ വരക്കണം. ഇനി അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈനും കൂടി വരക്കണം. അങ്ങനെ 2 ലൈനാണ് നമ്മൾ വരക്കേണ്ടത്. ഇനി ആദ്യം വരച്ചതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വളരെ ചെറുതും വളരെ നേരിയതുമായിട്ട് ഹമ്പ് വരക്കണം. ഇനി അവിടെ നിന്ന് കുറച്ച് സ്പേസ് മാത്രം വിട്ടിട്ട് അവിടെ നിന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി അതിൻ്റെ അകത്ത് ലൈൻ വരക്കണത് എത്രത്തോളം ചെറുതാക്കാം, നേരിയതാക്കാൻ പറ്റും അത്രയും നേരിയതാക്കണം. അതായത് ഞങ്ങളിപ്പോൾ ഇത്രയും നേരം നേരിയ തന്നെയാണ് വരച്ചത്, അതിനേക്കാളും അത് നമ്മൾ കാണണമെന്നില്ല ലൈൻ, അത്രയും നേരിയതായിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ അകത്ത് ഡോട്ട്സ് ആണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് മൈലാഞ്ചി കൊണ്ടുവന്ന് നേരെ കുത്തനെ പിടിക്കണം. കുത്തി പിടിച്ചതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ബീഡ്സ് എല്ലാം ഇരിക്കുന്നത് പോലത്തെ കുത്താണ് ഇടേണ്ടത്. അതുപോലെ നമ്മൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലൈനിൽ 2 എണ്ണം, അടുത്ത ലൈനിൽ 1 കുത്തും, ആ രീതിയിൽ വേണം ഇടാനായിട്ട്. അപ്പോൾ ആ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ആ ഡിസൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് 2 ലൈനും കൂടി വരക്കണം. അതും വളരെ നേരിയതായിട്ട് വേണം വരക്കാനായിട്ട്. ഇനി കുറച്ച് വീതിയിൽ തന്നെ ഒരു ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് വളരെ നേരിയതായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ താഴെ ഭാഗമായിട്ട് ഒരു ഡോട്ട് ഇട്ടുള്ളതിന് ശേഷം അതിന് ചുറ്റും വളരെ നേരിയതായിട്ട് 2 റൗണ്ട് വരച്ചു കൊടുക്കണം. അതിന് ശേഷം വേണം, ഞാൻ നേരിയതെന്ന് പറയണത് വളരെ നേരിയതാക്കാൻ വേണ്ടിയിട്ടാണ് നേരിയതെന്ന് പറയണത്. ഇനി അതിന് ശേഷം വളരെ നേരിയതായിട്ട് തന്നെ അതിന് ചുറ്റും ജിലേബി പോലത്തെ ആ ഹമ്പ് പോലെ ആ ഡിസൈൻ വരച്ചു കൊടുക്കണം. ഇനി അതിൻ്റെ നേരെ മുകളിലായിട്ട് അതിൻ്റെ ഇപ്പം ഞാൻ താഴെ വരച്ചതിൻ്റെ ഫ്ലവറിൻ്റെ പകുതിയായിട്ട് ഞാൻ വരക്കണത്. ഇനി നിങ്ങൾക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് വരക്കണതും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 പൂക്കളുടെ നടുവിലായിട്ട് 3 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലീവ്സ് വരക്കാനായിട്ടാണ്. അപ്പോൾ ലീവ്സ് വരക്കാൻ വേണ്ടി മൈലാഞ്ചി കോലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴത്തോട്ട് വലിച്ചാൽ മതി. ഇനി അതിൻ്റെ അടുത്തായിട്ട് തന്നെ വീണ്ടും ഒരു ലൈൻ വരക്കുന്നുണ്ട്. എന്നിട്ട് സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്പുറം വരക്കേണ്ടത്. പക്ഷേ നമ്മൾ ആദ്യത്തെ ഡിസൈനിൽ താഴെയും മുകളിലുമായിട്ടാണ് 2 ഫ്ലവർ വരച്ചത്. ഇതിൻ്റെ ഫ്ലവർ വരക്കണത് ഏകദേശം ഇത് മിഡിലായിട്ടാണ് വരക്കണത്. ഇങ്ങനെ മിഡിലിൽ ഒരു ഫ്ലവർ വരച്ചതിന് ശേഷം ബാക്കി 2 സൈഡിലും നമുക്ക് ലീവ്സ് വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ നമ്മളിപ്പോൾ ഈ കാണിക്കണ ആ സ്പേസിൽ ഫുള്ളുമായിട്ട് ചെയ്യാനുള്ളത് ഈ സെയിം മെത്തേഡിൽ തന്നെയാണ്. ഈ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്ലവർ എപ്പോഴും നേരിയതായിട്ട് വരച്ചാൽ മതി. ആ ലീവ്സാണ് ഇത്തിരി കട്ടിയായിട്ട് വരക്കണത്. നമ്മൾ നേരിയതായിട്ട് വരക്കുമ്പോൾ അത് മൈലാഞ്ചി ചുമക്കോ അല്ലെങ്കിൽ കളർ വരുമെന്നൊന്നും ചിന്തിക്കേണ്ടത്, കറക്റ്റായിട്ടുള്ള നല്ല കളറായിട്ട് തന്നെ വന്നോളൂ. ഞാനിപ്പോൾ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൈലാഞ്ചി ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ മൈലാഞ്ചി ഇടാൻ അറിയുന്നവർ ഓർക്കുന്നുണ്ടാവും ഇത്രയൊക്കെ കാര്യങ്ങൾ എന്താ പറയണതെന്ന്. അപ്പോൾ മൈലാഞ്ചി ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു പോയിന്റ് പോലും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണത്.
അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമുക്കിത് ഫുള്ളാക്കി വരച്ചു കൊടുക്കാം. അപ്പോൾ വരക്കുമ്പോൾ ഞാൻ ഡാർക്ക് ചെയ്ത് വരച്ചിരിക്കുന്ന ആ ലൈനിൽ ഡാർക്ക് ചെയ്ത് തന്നെ വരക്കണം. ഇനി അതിൻ്റെ അടുത്ത 2 ലൈന് വളരെ നേരിയതായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 ലൈനും കൂടി ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടും വളരെ നേരിയതായിട്ടും ചെറിയ ചെറിയ ഹമ്പ് വരച്ചു കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് മൈലാഞ്ചിക്കോൺ നന്നായിട്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ചതിന് ശേഷം പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല മുത്ത് പോലത്തെ ഡോട്ട്സ് വരും. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് അതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാനുള്ളൊരു ഉദ്ദേശം കൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അധികം കാണിക്കണില്ല, കുറച്ചേ കാണിക്കണുള്ളൂ. അപ്പോൾ ഇത്രയാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗം പഠിക്കാൻ പറ്റും. എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ വരക്കണമെന്നില്ല, ഒരു പേപ്പറിലാണെങ്കിലും വരച്ചതിന് ശേഷം അത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് സെൻഡ് ചെയ്ത് തന്നാൽ ഞാൻ അതിൻ്റെ കറക്ഷൻ ചെയ്ത് തരാം. അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ എന്തായാലും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആൾക്കാർക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ആ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ഒരു ഹായ് അയച്ചിട്ട് മെഹന്തി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക്